ചൈന രഹസ്യമായി ഇറാനെ ആയുധം നൽകി സഹായിക്കുന്നു എന്നുള്ള സംശയം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിക്കുന്ന തരത്തിലാണ് ഈ മേഖലയിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനൊരു സംശയം പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ടായിട്ട് തന്നെ വന്നിരുന്നു. ചൈനയുടെ നിലപാടുകളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. അവർ വളരെ സൈലൻ്റായ രീതിയിലുള്ള സഹായങ്ങളാണ് ചെയ്യുക, ഒരിക്കലും അത് പരസ്യപ്പെടുത്താറില്ല. വളരെ കൃത്യവും ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള ഇഷ്ടംപോലെ ആയുധങ്ങളുടെ ഒരു കൂമ്പാരമുള്ള രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ചൈന ഉണ്ട് എന്നതിനാൽ ഇറാനുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ചൈന സഹായിക്കും. അതുകൊണ്ട് അവരുടെ സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിരീക്ഷിക്കണം എന്നുള്ള ഒരു രീതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തി. ചില ചാനൽ അഭിമുഖത്തിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിഷയം ജൂൺ 14, 15, 16 3 തീയതികളിൽ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ചരക്ക് വിമാനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധവിമാനത്തിന് സമാനമായ രീതിയിൽ കാർഗോ വിമാനത്തിൻ്റെ രൂപത്തിലാണ് അവർ വന്നതെന്ന് പറയുന്നത്. കാർഗോ വിമാനം എന്നും ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ വഴി ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏത് എയർപോർട്ടിലാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. തെഹ്റാൻ എയർപോർട്ടിൽ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. പിന്നെ സൈനിക എയർപോർട്ട് ഒരുപാട് ഇറാനിലുണ്ട്. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇറങ്ങാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നത്. അതിനവർ പറയുന്ന കാര്യം റഡാർ സംവിധാനം, ഈ ഇറാനിൻ്റെ അതിർത്തി എത്തിയതോടുകൂടി റഡാർ സംവിധാനത്തിൽ വിമാനത്തിൽ പിടിക്കാൻ പറ്റാത്ത വിധം അതിരഹസ്യമായ രീതിയിലോ അത്തരമൊരു സാങ്കേതിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ ഇറാനിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. തിരിച്ചു പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ട് അതിലും റഡാറിലെ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും ഒരു പിടുത്തം കിട്ടാത്ത രീതിയിൽ. അപ്പോൾ വിമാനം രഹസ്യമായ രീതിയിൽ റഡാറിൽ കുടുങ്ങാതെ പറക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ചൈനയിൽ ഉണ്ട് എന്നുള്ളതും ഈ വിഷയമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏതൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും സാധാരണഗതിയിൽ പരിശോധിക്കുന്നത് ശത്രു രാജ്യത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളും ആയുധത്തിൻ്റെ ബലവും ശക്തിയും അതോടൊപ്പം തന്നെ എത്രത്തോളം ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട് എന്നുള്ളതും ഇത് ആരൊക്കെയാണ് ഉപയോഗിക്കുക, എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ഒരു പഠനം നടത്തുക എന്നുള്ളതാണ്. അതേക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന പഠനം ഇറാന് ഇസ്രായേലിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രതിരോധ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ, അമേരിക്കയുടെ പ്രതിരോധ സംവിധാന കാര്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ ശക്തിയും അതിൻ്റെ ന്യൂനതകളും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ന്യൂനതകളിലൂടെയാണ് പല ഘട്ടങ്ങളിലും ഹമാസ് ആക്രമിക്കാറുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിന് പ്രതിരോധമുണ്ടാക്കുന്ന തരത്തിലാണ് ഇവിടെ തന്നെ ഇറാൻ്റെ ആയുധ നിർമ്മിതികൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഇപ്പോൾ പ്രതിരോധ സംവിധാനം തകരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വ്യാഖ്യാനിക്കുന്നു. നെറ്റ് സംവിധാനത്തിലൂടെ യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന മിസൈൽ വരുന്ന ലക്ഷ്യം പ്രതിരോധ സംവിധാനത്തിന് കാണുന്ന സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം ഇൻ്റർനെറ്റ് വഴി ചെയ്യാൻ സാധിക്കും എന്ന് റഷ്യ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിപ്പോൾ ഇസ്രായേൽ പ്രയോഗിക്കുന്നുണ്ട് ഇറാൻ എന്നതിനാലാണ് കൃത്യമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇറാൻ്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് സാധിക്കാത്തത്. ഏകദേശം 100 കിലോമീറ്റർ എങ്കിലും 100 മുതൽ 300 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പറന്നു വരുന്ന ഒരു മിസൈലിനെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തകർക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ചില റിപ്പോർട്ടിലൊക്കെ 300ൻ്റെ അപ്പുറം പറയുന്നത് 700 കിലോമീറ്റർ വരെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിർത്തി കടന്ന് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുന്നത് അതിർത്തി കടന്നുകൊണ്ട് കയറുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഈ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ കണ്ണിൽ ഈ മിസൈൽ പെടുകയും ഏറെക്കുറെ അടുത്തെത്തുന്ന സമയത്ത് എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും. ഇവിടെ നിന്ന് പ്രതിരോധ സംവിധാനം ലക്ഷ്യം കണ്ടുകൊണ്ട് അതിനെ ആക്രമിച്ചുകൊണ്ട് തകർക്കുന്നതാണ് ഇതിൻ്റെ സംവിധാനം. ഇതൊക്കെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു വ്യക്തി നിന്നുമായിട്ട് ചെയ്യുന്നതല്ല. അതങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിനിടയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു,
ജോർദാൻ്റെ അതിർത്തിയിൽ ഇറാൻ്റെ മിസൈലുകളെ ഓട്ടോമാറ്റിക് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു അല്ലെ തകർത്തിട്ടുണ്ട് എന്ന തരത്തിൽ. അപ്പോൾ അതിന് പ്രത്യേകമായിരിക്കുന്ന ആളുകൾ നിൽക്കുക, ഒളിഞ്ഞ സ്ഥലത്തും വ്യക്തമാവാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു കണക്ഷൻ ഈ മിസൈലും അതേപോലെ തന്നെ ഈ പ്രതിരോധ സംവിധാനവും തമ്മിലുണ്ട്. അങ്ങനത്തെ ആ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള നിർമ്മിതികൾ റഷ്യയുടെ കൈവശത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിനനുസരിച്ചുള്ള ആയുധ കൈമാറ്റങ്ങൾ ചൈന നടത്തിയിട്ടുണ്ട് എന്നുള്ളതും, ചൈനയും റഷ്യയും ഒക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ ഒന്ന് പകച്ചു പോയിരുന്നു. പിന്നീട് അവർ ആക്രമണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മൂന്നാമത്തെ ദിവസം വീണ്ടും ഇതേ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്. ശക്തമായിരിക്കുന്ന ആക്രമണം ഈ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുകൊണ്ട് അവർ നടത്തി. അവരുടെ സൈനിക മേഖല, സാമ്പത്തിക സ്രോതസ്, അതോടൊപ്പം തന്നെ അവരുടെ ആയുധം സൂക്ഷിക്കപ്പെട്ട ഗോഡൌൺ പോലെയുള്ള മേഖലയും തകർക്കപ്പെട്ടു. എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറാൻ്റെ കൈവശത്തിലുള്ള മിസൈലിൻ്റെ 1/3 തങ്ങൾ തകർത്തിരിക്കുന്നു എന്നുള്ളതും, ഇനിയൊരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു ശേഷി നിലവിൽ ഇറാൻ ഇല്ല എന്നുള്ള പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന വ്യാപകമായി പ്രചരിച്ചു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് കീഴടങ്ങണമെന്ന് ട്രംപ് പറഞ്ഞു. വേണ്ടി വന്നാൽ ആ യുദ്ധത്തിൽ തങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും 3-4 കപ്പലുകളൊക്കെ മെഡിറ്ററേനിയൻ തീരത്തേക്ക് അമേരിക്ക അയച്ചു. അമേരിക്ക അയച്ചത് കണ്ടുകൊണ്ട് ബ്രിട്ടൻ അയച്ചു. അങ്ങനെ ഒരു വിപുലമായിരിക്കുന്ന ഒരു യുദ്ധം വേണ്ടി വന്നാൽ ഇസ്രായേലിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന തരത്തിലാണ് പിന്നീടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായത്. ആ സംഭവം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി. അത് ഏറെക്കുറെ ലക്ഷ്യം കാണുകയും ചെയ്തു. അത് ഇസ്രായേൽ അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, സർവ്വ മേഖലയും നാശം വിതക്കുന്ന രീതിയിൽ അതിശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണമാണ് നടന്നത്. ഹൈപ്പർസോണിക് മിസൈൽ എന്നും ബാലിസ്റ്റിക് മിസൈൽ എന്നും പിന്നെ ചൈനയുടെ അല്ലെ റഷ്യയുടെ നിർമ്മിതമായിരിക്കുന്ന മിസൈൽ എന്നൊക്കെ പറയുന്നത്, ഏതായാലും കൃത്യമായിരിക്കുന്ന മിസൈൽ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഇസ്രായേൽ സർക്കാർ അത് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏറെക്കുറെ തളർന്നിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം നടത്തി ഇസ്രായേലിനെ ലോകത്തെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് 1/3 മിസൈലുകൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശേഷിക്കുന്ന മിസൈലുകൾ എടുത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രാജ്യം പ്രയോഗിക്കില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഭാവിയിൽ ഇതിനേക്കാണ് വലിയ ആക്രമണം ഇറാൻ നേരെ രാജ്യത്തിന് വരെ വരുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി മാറ്റി നിർത്തുകയാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തന്ത്രമുള്ള ഒരു ഭരണാധികാരികൾ ചെയ്യാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരതല്ല ചെയ്തത്, ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൈവശത്തിലേക്ക് മേലെ പറഞ്ഞ പോലെ ചൈനയുടെ വിമാനങ്ങൾ ഇറാനിൽ ഇറങ്ങിയത് ആയുധം കൊണ്ട് വന്നതാണ് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇറാൻ വിമാനം വന്ന കാര്യത്തെക്കുറിച്ച് ഇറാൻ പ്രത്യേകമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ചൈന ഏതായാലും പറഞ്ഞിട്ടില്ല. പക്ഷേ 14-ാം തീയതി അങ്ങനെ ഒരു വിമാനം അങ്ങനെ കറങ്ങി പോന്നിട്ടുണ്ട്. അത് ഇറാനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. എന്നാൽ ഇറാനിൽ അത് ലാൻഡ് ചെയ്തായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഇപ്പം മീഡിയകളിലും പത്രങ്ങളിലും ഒക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി വരുന്നത്. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, ഇറാൻ്റെ ആയുധപ്പുരകൾ ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ അത് നിറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏതോ വഴിക്ക് ഇറാൻ അത് സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളിടത്ത് കാര്യങ്ങൾ പോകുന്നു. ഇസ്രായേൽ ഇപ്പോൾ ആയുധത്തിൻ്റെ കുറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ സംവിധാനത്തിലുള്ള ആയുധങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ചെറിയ പരാമർശം നടത്തി. എന്നാൽ മറ്റുള്ള പത്രങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിൽക്കണമെങ്കിൽ ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാറിലേക്ക് നീങ്ങാതെ ഒരിക്കലും സാധ്യമല്ല എന്നൊരു അഭിപ്രായം അവരും പറയുന്നു. ഇവിടെ അതിൻ്റെ മറ്റൊരു വശം പറയുന്നത്, ഗസ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 1.25 വർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 1.5 വർഷം കഴിഞ്ഞു. ഈ യുദ്ധത്തിൽ ഇത്രയും കാലം ഇസ്രായേലുമായിട്ട് നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടിയ ഒരു രാജ്യമാണ്, അല്ലെ പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് ഫലസ്തീൻ. ഈ ഫലസ്തീൻ്റെ ഈ പ്രദേശത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നേതൃത്വം നൽകുന്ന ഹമാസ് എന്ന് പറയുന്ന വിഭാഗം ഇതുവരെ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. പല രീതിയിലുള്ള അന്വേഷണവും യഥാർത്ഥത്തിൽ
ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. എന്നിട്ടൊന്നും ഇതിൻ്റെ ഒരു കൃത്യതയോ ഇതിൻ്റെ രൂപമോ ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ 30 മുതൽ 60 വരെ രാഷ്ട്രങ്ങളിൽ നിന്ന് ഈ ഗസയ്ക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ വിലക്കോ കടമായിട്ടോ അല്ലാത്ത രീതിയിലോ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കുന്ന ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരേതെങ്കിലും രാജ്യത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മുമ്പൊരിക്കൽ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ്റെ പേഴ്സണൽ സ്റ്റാഫായ ആൾ വെടിയേറ്റ് മരിച്ചുപോയ അയാളുടെ കൈവശത്തിൽ നിന്ന് പ്രിഗോഷിൻ്റെ കൈവശത്തിൽ നിന്ന് പ്രിഗോഷൻ മരണപ്പെട്ടതിന് ശേഷം അവരുടെ കൈവശം ശേഷിക്കപ്പെട്ട ആയുധങ്ങളിൽ ചിലത് അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ഗസ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടി വാങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പക്ഷെ അതൊന്നും തെളിവില്ലാത്തത് കൊണ്ട് അത് സ്ഥിരീകരിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പിന്നെ നടക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല രീതിയിലും ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടിയത് മണ്ടത്തരമായിപ്പോയി. അവർ വളരെ എളുപ്പമാണ് പറഞ്ഞത്, ഗസയെ പോലെ ലെബനാനെ പോലെ തങ്ങൾക്ക് കീഴടക്കാൻ വേണ്ടി സിറിയയെ പോലെ കീഴടക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. അവിടുത്തെ ഭരണാധികാരികളെ ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ തന്നെ ആ ഭരണം അട്ടിമറിച്ചുകൊണ്ട് മുൻപ് അവിടെ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിൻ്റെ പിൻഗാമികൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. അവർ ഭരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്, അവരുടെ കൈവശത്തിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മേഖലയിൽ പിന്നീട് റഷ്യക്കോ അതല്ലെങ്കിൽ ചൈനക്കോ ഒരു ബന്ധമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയും ചൈനയും അകന്നു പോകാൻ ഇത് മതിയായ കാരണമാണ് എന്നതിനാൽ ഇവിടെ ഇറാൻ ജയിക്കുക എന്നുള്ളത് ഇവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങൾ ഇപ്പോഴും സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അടക്കപ്പെട്ടാൽ പിന്നീട് ഗൾഫ് രാജ്യത്തുനിന്ന് പെട്രോളിയം വഹിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഏഷ്യൻ രാജ്യങ്ങളിലേക്കോ പോകുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇതിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിലാണ്.